എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ, സിലിണ്ടറുകൾ ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. KYC ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന തീയതി നിലവിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഇപ്പോഴും അത് ചെയ്യാത്തവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ചെയ്തിട്ടില്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടർ നിർബന്ധമായിട്ടും മുടങ്ങും. സെപ്റ്റംബർ മാസം മുതൽ വീണ്ടും വില കൂടാനിരിക്കുകയാണ്. ആഗോള വിപണിയിൽ ഇന്ധന വില ഗണ്യമായിട്ട് $100 ക്രൂഡ് ഓയിൽ വില എത്തുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാസ് വില കുറയില്ല, കൂടാനാണ് സാധ്യത. അപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി ഗ്യാസിന് വില കൂടിയേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസിന് ഇപ്പോൾ നിലവിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണ്. അതായത് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി മുനിസിപ്പാലിറ്റിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഏജൻസിക്ക് കീഴിലുള്ളവർക്കെല്ലാം 25 ദിവസത്തിനുള്ളിൽ ഗ്യാസ് സിലിണ്ടറുകൾ വീണ്ടും ബുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഗ്രാമപഞ്ചായത്തിലാണ് ഏജൻസി നിൽക്കുന്നത് എങ്കിൽ അവിടെയുള്ളവർക്ക് 40 ദിവസത്തിന് ശേഷമാണ് വീണ്ടും ഒരു സിലിണ്ടർ ലഭിക്കുക. അത് നിയന്ത്രണം ഇപ്പോൾ തുടരുകയാണ്. KYC ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ റദ്ദാകുന്നതാണ്. 30%, രാജ്യത്ത് 30% ആളുകൾ അനധികൃതമായിട്ടാണ് ഗാർഹിക പാചകവാതക കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരും പൊതുമേഖലാ എണ്ണ കമ്പനികളും പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് KYC. അത് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ഗണത്തിൽ പെടുത്തിയിട്ട് ചെയ്യാത്തവരെ മുഴുവൻ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. സെപ്റ്റംബർ മാസം മുതൽ ഇതിന്റെ നടപടികൾ തുടങ്ങും എന്നുള്ളതാണ് വിവരം. അപ്പോൾ എല്ലാവരും KYC നടപടി പൂർത്തീകരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.